നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ആദ്യമായി ഞാൻ ആത്മാർത്ഥമായി വേദനയോടുകൂടി നിങ്ങളോട് ക്ഷമയാചിക്കുകയാണ്. 10 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും കൃത്യം 10 മണിക്ക് തന്നെ തയ്യാറായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനും 10 മണിക്ക് മുമ്പ് തന്നെ ക്യാമ്പസിലെത്തിയിരുന്നു. എന്നാൽ നമ്മുടെ ക്യാമ്പസിലെ കറൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, 2-3 ദിവസമായി കറൻറ്റിൽ ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ബോർഡ് പരിപൂർണമായി മാറ്റാൻ തീരുമാനിച്ചിരുന്നു. അത് ഇന്നാണ് ആ വർക്ക് ചെയ്യപ്പെടുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കോളേജ് ക്യാമ്പസിലെത്തിയപ്പോഴാണ് അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു അങ്കലാപ്പിലായി. പിന്നീട് നിഷാദ് പറഞ്ഞതിനനുസരിച്ച് പുറത്തുനിന്നും ഒരു ജനറേറ്റർ എടുക്കുവാൻ തീരുമാനിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ അതിനിടയിൽ ഉള്ള സമയം വെച്ച് ഡെസ്ക്ടോപ്പിൽ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചതാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സൈക്കോളജിയിലെ ചില വിഷയങ്ങളാണ്. ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് സെൻസേഷൻ എന്താണ്, പെർസെപ്ഷൻ എന്താണ് എന്നൊക്കെയാണ്. വളരെ ലളിതമായ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് സെൻസേഷനും പെർസെപ്ഷനും. ആ സെൻസേഷൻ, പെർസെപ്ഷൻ എന്ന ടെക്നിക്കൽ ടേമുകൾ നമുക്ക് ചിലപ്പോൾ അപരിചിതമായി തോന്നുമെങ്കിലും ഓരോ നിമിഷവും, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, 2 പ്രവർത്തനങ്ങളാണ് സെൻസേഷനും പെർസെപ്ഷനും. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാനുഭവം എന്ന് പറയും. അഥവാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു വസ്തുവുമായി ബന്ധപ്പെടുന്ന ആ പ്രവർത്തനമാണ് സെൻസേഷൻ. ആ വസ്തു ഒരു വ്യക്തിയാകാം, സ്ഥലമാകാം, അതൊരു എന്തെങ്കിലും ഒരു സാധനമാകാം, അതൊരു സംഭവമാകാം. അപ്പം എന്താണ് സെൻസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു വസ്തുവുമായി കോണ്ടാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് ഇന്ദ്രിയാനുഭവം അല്ലെങ്കിൽ സെൻസേഷൻ എന്ന് പറയും. ഉദാഹരണമായി നമ്മൾ ഒരാളെ കാണുന്നു. നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന, സൈറ്റ് എന്ന് പറയുന്ന സെൻസ് ഓർഗൻ, നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് നമ്മുടെ കണ്ണുകൾ ഒരാളിലേക്ക് പതിക്കുമ്പോൾ സെൻസേഷൻ നടന്നു കഴിഞ്ഞു, ഇന്ദ്രിയാനുഭവം നടന്നു കഴിഞ്ഞു. പിന്നെ അയാൾ സുന്ദരനാണ്, സുന്ദരനല്ല എന്നൊക്കെ അത് പിന്നെ മറ്റൊരു പ്രോസസ്സാണ്. ഇവിടെ നമ്മുടെ കണ്ണ് അയാളിലോട് പതിക്കുന്നതോടുകൂടി സെൻസേഷൻ നടന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം തിന്നുമ്പോൾ നമ്മുടെ നാവ് ആ സാധനവുമായി ടച്ച് ചെയ്യപ്പെടുമ്പോഴേക്കും സെൻസേഷൻ നടന്നു. അതാണ് ഇന്ദ്രിയാനുഭവം. ഈ ഇന്ദ്രിയാനുഭവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് പെർസെപ്ഷൻ. ഇന്ദ്രിയാനുഭവത്തിൻ്റെ തുടർച്ചയായിട്ട്, സെൻസേഷൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അഥവാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായി കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് പോവുകയും തലച്ചോറ് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന പ്രവർത്തനമാണ് പെർസെപ്ഷൻ. അപ്പം എന്താണ് പെർസെപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു വസ്തുവുമായി ബന്ധപ്പെടേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ തലച്ചോറ് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു വികാരത്തെ വ്യാഖ്യാനിക്കുന്നു. ഈ വ്യാഖ്യാനം നടത്തുന്ന പ്രതിഭാസമാണ് പെർസെപ്ഷൻ. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഐസ്ക്രീം തിന്നുകയാണ്. ഐസ്ക്രീമിലേക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ രുചി നിർണയിക്കുന്ന ആ ഒരു ഇന്ദ്രിയം അഥവാ നമ്മുടെ നാവ് ഐസ്ക്രീമുമായി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന
ഒരു വികാരമുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്, അത് തലച്ചോറ് വ്യാഖ്യാനിക്കുന്നു. അപ്പോഴാണ് നമ്മൾ എന്തൊരു രുചി എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻ്റർപ്രിറ്റേഷനാണ് എന്ത്? പെർസെപ്ഷൻ. അപ്പോൾ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായി കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് സെൻസേഷൻ നടക്കുന്നു. എന്നാൽ ആ സെൻസേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് എന്താണ്, എന്ത് വികാരമാണ്, എന്ത് ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത് എന്ന് തലച്ചോറ് നിർണയിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന പ്രതിഭാസമാണ് പെർസെപ്ഷൻ. എന്താണ് സെൻസേഷൻ എന്നും എന്താണ് പെർസെപ്ഷൻ എന്നും നമ്മൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കാര്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ സംഭവിക്കാം, അഥവാ നമ്മുടെ പെർസെപ്ഷനിൽ ചില വീഴ്ചകൾ സംഭവിക്കാം. അതിനാണ് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ അഥവാ കാര്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിലുള്ള വീഴ്ച എന്ന് പറയുന്നത്. ഇത് വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം. അഥവാ നമ്മളൊരു കാര്യത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അനുഭവിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ തലത്തിൽ ആഗിരണം ചെയ്യുന്നതിന് പകരം മറ്റൊരു തലത്തിൽ ആഗിരണം ചെയ്യുന്നതിനെയാണ് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സം മിസ്റ്റേക്കൺ പെർസെപ്ഷൻ. ഇത് പലപ്പോഴായി സംഭവിക്കുന്നതായി കാണാം. ഇതിന് വളരെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഇത്തരമൊരു വീഴ്ച സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉണ്ടായിട്ടുള്ള ഡാമേജുകൾ കാരണം, അതിനുണ്ടായിട്ടുള്ള ചില വൈകല്യങ്ങൾ കാരണം പെർസെപ്ഷനിൽ വീഴ്ച സംഭവിക്കാം. കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെടുമ്പോൾ, കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആഗിരണം അഥവാ പെർസെപ്ഷൻ സംഭവിക്കേണ്ടത്. അപ്പോൾ ശരിയായ രീതിയിൽ പഞ്ചേന്ദ്രിയങ്ങൾ ഒരു ഒബ്ജക്റ്റുമായി, ഒരു വസ്തുവുമായി കോണ്ടാക്റ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ തലച്ചോറിന് വീഴ്ച സംഭവിക്കാം. അങ്ങനെ ചിലപ്പോൾ ആഗിരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആഗിരണം ചെയ്യുന്നതിലുള്ള വീഴ്ചക്കുള്ള മറ്റൊരു കാരണം നമ്മുടെ തലച്ചോറ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കാരണവും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തലച്ചോറ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വളരെ സുഗമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഉണ്ടാകുന്ന അനുഭവങ്ങൾ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തലച്ചോറിന് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ തെറ്റായി അതിനെ ആഗിരണം ചെയ്യുന്നതായി കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ചില വ്യക്തികൾ എല്ലാത്തിനെയും ഒരുതരം മുൻവിധിയോടുകൂടി കാണും. അങ്ങനെ മുൻവിധിയോടുകൂടി കാണുമ്പോൾ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും തെറ്റായിട്ടായിരിക്കാം തലച്ചോർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ചില ആളുകളെ മുൻവിധിയോടുകൂടി കാണുമ്പോൾ, ചില ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ രൂപം കണ്ടിട്ട് അയാൾ ഭയങ്കര ക്രൂരനാണ് എന്ന രീതിയിൽ നമ്മൾ നിർവചിക്കാം. ചിലപ്പോൾ അയാൾ ക്രൂരനാകണം എന്നില്ല. എന്നാൽ അയാളുടെ വേഷവും അയാളുടെ രൂപമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്തരം രൂപമുള്ള ആളുകൾ എപ്പോഴും ക്രൂരന്മാരായിരിക്കും എന്ന് നമ്മൾ നേരത്തെ മുൻവിധി ഉണ്ടാക്കിയത് കൊണ്ട് ഒരാളെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലച്ചോറ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അയാളൊരു ക്രൂരനാണ് എന്നാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുൻവിധികൾ കാരണം സംഭവിക്കാം. പിന്നെ അതുപോലെ തന്നെ ചില പ്രത്യേക സമയത്തിൻ്റെ ചില പശ്ചാത്തലങ്ങൾ കാരണം ചില പ്രത്യേക സമയത്തും ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാം. ഇത് ഓരോ സമയത്തിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു മരം കാണുകയാണെങ്കിൽ അത് മരമായിട്ട് തന്നെയാണ് നമ്മുടെ തലച്ചോറ് വ്യാഖ്യാനിക്കുന്നതെങ്കിലും രാത്രി ചിലപ്പോൾ നമ്മൾ ഒരു സമയത്തിൻ്റെ ഭാഗമായത് കള്ളനാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് പോലെ അങ്ങനെ സമയത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും ചിലപ്പോൾ നമ്മുടെ ആഗിരണം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു പശ്ചാത്തലം, അതുപോലെ തന്നെ സ്റ്റിമുലസിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന അവ്യക്തത അഥവാ ചോദനയുടെ കാര്യത്തിലുണ്ടാകുന്ന അവ്യക്തത, നമ്മുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ചില സംഘട്ടനങ്ങൾ, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന്
ഏതെങ്കിലും ഒരു വസ്തുവുമായി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അതിനെ പേഴ്സീവ് ചെയ്യുന്ന കാര്യത്തിൽ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതിനെ വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ, അതിനെ ആഗിരണം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വീഴ്ച സംഭവിക്കുന്നതായി സാധാരണ കണ്ടുവരുന്നതാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഒരു വസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ, കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ആഗിരണം ചെയ്യുന്നതിൽ ചിലപ്പോൾ വീഴ്ചകൾ സംഭവിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ അഥവാ ആഗിരണം ചെയ്യുന്നതിലെ വീഴ്ചകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരം വീഴ്ചകൾ 2 തരത്തിലുണ്ട് എന്നാണ് സാധാരണയായി പറയപ്പെടുന്നത്. അത് ഇല്യൂഷൻ എന്ന പേരിലും അതുപോലെ ഹലൂസിനേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദന ഉണ്ടാകുകയും അഥവാ ഒരു സ്റ്റിമുലസ് ഉണ്ടാകുകയും അതിനെ അതിൻ്റെ യഥാർത്ഥ തലത്തിൽ നിന്നും വ്യാഖ്യാനിക്കാതെ മറ്റൊരു തലത്തിൽ ആഗിരണം ചെയ്യുകയും ചെയ്യുന്ന തെറ്റായ ഒരു പെർസെപ്ഷനാണ് ഇല്യൂഷൻ. അവിടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു വസ്തുവുമായി കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ സ്റ്റിമുലസിനെ, ആ ചോദനയെ അല്ലെങ്കിൽ ആ വസ്തുവിനെ അതിൻ്റെ യഥാർത്ഥ തലത്തിൽ നിന്നും വിപരീത തലത്തിൽ ആഗിരണം ചെയ്യുന്നതിനെയാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ അതൊരു അപരിചിതൻ്റെ ശബ്ദമായിരിക്കാം, എന്നാലും അത് നമ്മുടെ മാതാപിതാക്കളുടെ ശബ്ദമാണ് എന്ന തലത്തിൽ, അച്ഛൻ്റെ ശബ്ദമാണ് അല്ലെങ്കിൽ അമ്മയുടെ ശബ്ദമാണ് എന്ന് നമ്മൾ ആഗിരണം ചെയ്യുമ്പോൾ അതൊരു ഇല്യൂഷനാണ്. അവിടെ ശബ്ദം എന്ന് പറയുന്നൊരു ചോദന ഉണ്ടാകുന്നുണ്ട്, എന്നാൽ അത് മറ്റാരുടെയോ ശബ്ദത്തെ നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളുടെ ശബ്ദമായി വ്യാഖ്യാനിക്കുന്നു. നമ്മുടെ തലച്ചോറ് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു, ആഗിരണം ചെയ്യുന്നു. അപ്പോഴാണ് ഇല്യൂഷൻ സംഭവിക്കുന്നത്. ഹല്ലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ അപകടകരമായ ഒരു മിഥ്യാധാരണയാണ്, മിഥ്യയായിട്ടുള്ളൊരു ആഗിരണമാണ്. ഇവിടെ ഒരു സ്റ്റിമുലസും ഇല്ലാതെ തന്നെ, ഒരു ചോദനയും ഇല്ലാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് ഒരു വസ്തുവുമായി കോണ്ടാക്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഒരു സ്റ്റിമുലസ് ഉള്ളതായി ആഗിരണം ചെയ്യണം, ഒരു സംഭവം ഉള്ളതായി ആഗിരണം ചെയ്യണം, അല്ലെങ്കിൽ ഒരു വസ്തു നമുക്ക് മുമ്പിൽ കാണുന്നതായി, കേൾക്കുന്നതായി, അല്ലെങ്കിൽ നമ്മൾ രുചിച്ചറിയുന്നതായി ഒക്കെ നമ്മൾ ആഗിരണം ചെയ്യുന്നതിനെയാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി കൂടുതൽ മാനസികമായ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ വലിയ വലിയ ഭീതിയുള്ളവരിൽ നിന്നും സംഭവിക്കുന്നതാണ്. ഇല്യൂഷൻ എന്ന് പറയുന്നത് അത്രയും അപകടകരമല്ല. ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാകാം അത്തരമൊരു മിഥ്യാധാരണ ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു പെൺകുട്ടി ഒരു രാത്രി സമയത്ത് അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ ഒരു സാധനം വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. ആ ചെറിയൊരു ഭയത്തിൻ്റെ കാരണമായി ആരെങ്കിലും ദൂരെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും അത് അച്ഛനാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുകയാണ്. അതാണ് ഇല്യൂഷൻ. അവിടെ അത് വലിയൊരു മാനസിക പ്രശ്നത്തിൻ്റെയോ ഒരു ഭീകരമായ ഒരു പേടിയുടെയോ ഫലമായിട്ടുണ്ടാകുന്നതല്ല. എന്നാൽ ഹലൂസിനേഷൻ അങ്ങനെയല്ല. അത് ഒരു ശബ്ദവും ഇല്ലാതെ തന്നെ വലിയ ഭീകരമായ ശബ്ദം കേൾക്കുന്നതായി നമുക്ക് തോന്നുന്ന അവസ്ഥയൊക്കെയാണ് ഹലൂസിനേഷൻ. അത് ചിലപ്പോൾ മുമ്പ് ആരിൽ നിന്നെങ്കിലും ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ അലർച്ച പോലെയൊക്കെ ശബ്ദം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ സമയത്തും ഓരോ നിമിഷവും കേൾക്കുന്നതായി തോന്നാം. അതാണ് ഹലൂസിനേഷൻ. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു വസ്തുവും അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല, ഒരു ശബ്ദവും ഉണ്ടാകുന്നില്ല, ഒരു സാധനവും രുചിക്കുന്നില്ല, ഒന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഉള്ളതായി തോന്നാണ്, വലിയ ശബ്ദം കേൾക്കുന്നതായി തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിഥ്യാധാരണയാണ് ഹലൂസിനേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് ചിലപ്പോൾ ചെറിയ ചെറിയ
സാഹചര്യങ്ങളുടെ ചില ചെറിയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതാകാം. ചെറിയ ചെറിയ ഭയത്തിൽ നിന്നും നിസ്സാരമായ ഭയങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാകാം. എന്നാൽ ഹലൂസിനേഷൻ എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അത് വലിയ ഒരു മാനസിക ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട ഒരു അവസ്ഥയാണ് ഹലൂസിനേഷൻ. ഇനി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഇല്യൂഷനുകളെ കുറിച്ച് സംസാരിക്കാം. വ്യത്യസ്ത തരത്തിലുള്ള ഇല്യൂഷൻസ് സാധാരണ കാണാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്കനുസരിച്ച് ആണ് ഇത്തരം വ്യത്യസ്ത തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഇല്യൂഷൻസ് ഉണ്ടാകാം, കേൾവിയുമായി ബന്ധപ്പെട്ട ഇല്യൂഷൻസ് ഉണ്ടാകാം, അതുപോലെ തന്നെ രുചിയുമായി ബന്ധപ്പെട്ട ഇല്യൂഷൻസ് ഉണ്ടാകാം, അതുപോലെ തന്നെ നമ്മുടെ സ്മെല്ലുമായി ബന്ധപ്പെട്ട ഇല്യൂഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഓരോന്നും വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തതുമാണ് ഫിസിക്കൽ ഇല്യൂഷൻ, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ, അല്ലെങ്കിൽ വിഷ്വൽ ഇല്യൂഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട, നമ്മുടെ സൈറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇല്യൂഷനാണ്. അഥവാ നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നു, നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന ഇന്ദ്രിയം ഒരു ഒബ്ജക്റ്റുമായി കോണ്ടാക്ട് ചെയ്യുന്നു. എന്നാൽ അതിനെ നമ്മൾ ആഗിരണം ചെയ്യുന്നത് തെറ്റായ ഒരു രീതിയിലാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന, ഏറ്റവും സാധാരണമായി പറഞ്ഞ് കേൾക്കുന്ന ഒരു ഉദാഹരണമാണ് ഒരു കയറ് കാണുമ്പോൾ അതിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത്, ആഗിരണം ചെയ്യുന്നത്. അവിടെ കയറ് എന്ന് പറയുന്ന സ്റ്റിമുലസ് അവിടെയുണ്ട്, ഒബ്ജക്റ്റ് അവിടെയുണ്ട്. നമ്മുടെ സൈറ്റ് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ ഒരു ഇന്ദ്രിയം അതുമായി കോണ്ടാക്ട് ചെയ്യുന്നു. എന്നാൽ അതിനെ തെറ്റായിട്ടാണ് നമ്മൾ ആഗിരണം ചെയ്യുന്നത്. അത് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭയമാകാം, അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പാമ്പിനോടുള്ള ഒരു ഭയം കൊണ്ടും ഉണ്ടാകാം. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ നമ്മൾ നടന്നു പോകുമ്പോൾ മരങ്ങളോ മരക്കുറ്റികളോ ഒക്കെ കാണുമ്പോൾ, ചെടികളൊക്കെ കാണുമ്പോൾ അതൊരു മനുഷ്യനാണ് എന്ന രീതിയിൽ നമ്മൾ ആഗിരണം ചെയ്യുന്നതും അതും ഒരു ഫിസിക്കൽ ഇല്യൂഷൻ, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ, അല്ലെങ്കിൽ വിഷ്വൽ ഇല്യൂഷനാണ്. നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു 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 ഇല്യൂഷനാണ് ഈ പറയുന്ന ഫിസിക്കൽ ഇല്യൂഷൻ, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ, അല്ലെങ്കിൽ വിഷ്വൽ ഇല്യൂഷൻ. ഇത് ചിലപ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള പേടി കാരണമാകാം, അല്ലെങ്കിൽ ചില സമയത്തുണ്ടാകുന്ന പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഒരു മിഥ്യാധാരണയാകാം. അങ്ങനെയൊക്കെ ഇത് സംഭവിക്കാം. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഇല്യൂഷനാണ് ഓഡിറ്ററി ഇല്യൂഷൻ. ഇത് നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു ഇല്യൂഷനാണ്. നേരത്തെ ഞാൻ ഇല്യൂഷനും ഹലൂസിനേഷനും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ അത് രണ്ടും എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നൽകിയിരുന്നു. നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ഇന്ദ്രിയം ഉപയോഗിച്ച് നമ്മൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തെ തെറ്റായി ആഗിരണം ചെയ്യുന്നതാണ് ഓഡിറ്ററി ഇല്യൂഷൻ. ഇത് പലപ്പോഴായും സംഭവിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ ഒരു നോർമലായിട്ടുള്ള സാധാരണ സ്ഥിതിയിലുള്ള ആൾക്ക് പോലും സംഭവിക്കാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പെൺകുട്ടി രാത്രികാലത്ത് അച്ഛനോട് കൂടി യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ ഞാൻ മരുന്ന് വാങ്ങിച്ചു വരാം, അല്ലെങ്കിൽ ഞാൻ ഒരു സാധനം വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞ് കുറച്ച് മാറി നിന്നാൽ ഒറ്റക്ക് നിൽക്കുന്ന പെൺകുട്ടിയുടെ ഉള്ളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭയത്തിൻ്റെ ഫലമായി ആരുടെ ശബ്ദം കേട്ടാലും അത് അച്ഛൻ്റെ ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഓഡിറ്ററി ഇല്യൂഷനാണ്. അപ്പം അത് ചിലപ്പോൾ ആ സാഹചര്യത്തിലുള്ള ഒരു ചെറിയ ഭയം കൊണ്ട്, ഒരു നിസ്സാരമായ ഭയം കൊണ്ട് സംഭവിക്കാം. എന്നാൽ ചില സമയത്ത് ഈ ഓഡിറ്ററി ഇല്യൂഷൻ അവബോധ മനസ്സിലുള്ള ചില പ്രശ്നങ്ങൾ കാരണവും സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ നിന്നും വളരെ മോശമായ അനുഭവം ഒരാൾക്കുണ്ടാകാൻ,
നമ്മൾ സാധാരണ ഒരു മോശം അനുഭവം ഒരാളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും നമുക്ക് വെറുപ്പായിരിക്കും. ഇനി അയാളെ നമ്മൾ ഭയക്കുകയാണെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും നമുക്ക് ഭയമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വേറെ ആര് സംസാരിക്കുമ്പോഴും നമ്മൾ ഒരാളെ കാണാതെ ഒരാളുടെ സംസാരം മാത്രം കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മളിലൊരു ഭയമുണ്ടാക്കും. അതാ അയാൾ വീണ്ടും വന്നിരിക്കുന്നു, അയാളുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിഥ്യാധാരണയാണ് ഓഡിറ്ററി ഇല്യൂഷൻ. അത് സാധാരണക്കാരന് സംഭവിക്കാം. സാധാരണക്കാരന് ചില പ്രത്യേക ഘട്ടങ്ങളിൽ രാത്രിയൊക്കെ ഒറ്റക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഘട്ടത്തിൽ സംഭവിക്കാം. അത് ഭയത്തിൻ്റെ ബലത്തിൽ മാത്രമല്ല, നമുക്കൊരാളോട് അമിതമായ സ്നേഹമുണ്ടെങ്കിലും സംഭവിക്കാം. നമ്മൾ ഒരാളെ അമിതമായി സ്നേഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റക്ക് നിൽക്കുമ്പോഴൊക്കെ ആരുടെയെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ശബ്ദമാണ് എന്ന് നമുക്ക് തോന്നാം. അങ്ങനെയും ഓഡിറ്ററി ഇല്യൂഷൻ സംഭവിക്കാം. ഭയത്തിൽ നിന്നും സംഭവിക്കാം, അത് സ്നേഹത്തിൽ നിന്നും സംഭവിക്കാം, വെറുപ്പിൽ നിന്നും സംഭവിക്കാം, ഇഷ്ടത്തിൽ നിന്നും സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഇവിടെ ശബ്ദം എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്നുണ്ട്. ആ സ്റ്റിമുലസിനെ നമ്മൾ തെറ്റായി ധരിക്കുകയാണ്. നമ്മളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ആ ശബ്ദത്തെ നമ്മൾ തെറ്റായി ധരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, നമ്മൾ മുമ്പ് ഒരാൾ പാടുന്നതായി കേട്ട ഒരു പാട്ട് വേറൊരാൾ പാടുമ്പോൾ ആ പാട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാൾ പാടുന്നതായിട്ട് അയാളുടെ ശബ്ദമായിട്ട് നമുക്ക് തോന്നാം. ഇതൊക്കെ ഓഡിറ്ററി ഇല്യൂഷനാണ്. അപ്പം അതൊരു മാനസിക പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ടുണ്ടാകാം. അതല്ലാതെ ഒരു മാനസിക പ്രശ്നമില്ലാത്ത ഒരാൾക്ക് തന്നെ ചില പ്രത്യേക ഘട്ടങ്ങളിലുണ്ടാകാം. അല്ലാതെ തന്നെ മാനസിക പ്രശ്നമില്ലാതെ തന്നെ അമിതമായി നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആരുടെയെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ആ തലത്തിലും ഓഡിറ്ററി ഇല്യൂഷൻ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഇല്യൂഷനാണ് ഓൾഫാക്ടറി ഇല്യൂഷൻ. വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയവും ആശങ്കയുമൊക്കെ തോന്നിയേക്കാം. എന്നാൽ ഇതും അങ്ങനെ നിങ്ങൾക്ക് വളരെ അപരിചിതമായൊരു കാര്യമൊന്നുമല്ല. ഇത് നമ്മുടെ ഗന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെറ്റായ ധാരണയാണ്, മിഥ്യാധാരണയാണ്, ഇല്യൂഷനാണ്. നമ്മൾക്കൊരു ഗന്ധം അനുഭവപ്പെടുമ്പോൾ നമ്മുടെ നാസാദ്വാരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു ഗന്ധം ആഗിരണം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു തെറ്റായ ആഗിരണമാണ് ഓൾഫാക്ടറി ഇല്യൂഷൻ. ഉദാഹരണത്തിന് നമ്മളൊരു നദീതീരത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ആ നദീതീരത്തിൽ നല്ല സുഗന്ധമാണുള്ളതെങ്കിലും നമുക്ക് ഒരു അഴുക്കിൻ്റെ ഗന്ധം അനുഭവപ്പെടുകയും ഒരു ദുർഗന്ധം അനുഭവപ്പെടുകയും നമുക്ക് ഓക്കാനം വരികയും ചെയ്യുക, നമ്മൾ ഓക്കാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഓൾഫാക്ടറി ഇല്യൂഷനാണ്. അത് ചിലപ്പോൾ നമ്മൾ ഫാക്ടറിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരത്തുകൂടി കുറേ കാലം യാത്ര ചെയ്തതുകൊണ്ട് സംഭവിക്കാം. അപ്പോൾ നമ്മൾ കുറേ കാലം ഒരു ഫാക്ടറിയുടെ തീരത്തുള്ള നദീതീരത്തോടു കൂടി യാത്ര ചെയ്തു, പിന്നീട് നമ്മൾ മറ്റൊരു നദിയുടെ തീരത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെ വളരെ നല്ല സുഗന്ധമാണുള്ളതെങ്കിലും നമുക്ക് ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്നുവെങ്കിൽ, ഒരു ഓക്കാനം വരുന്നുവെങ്കിൽ അത് ഓൾഫാക്ടറി ഇല്യൂഷനാണ്. ഇതും ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം, അതുപോലെ തന്നെ സൈക്കോട്ടിക്കായ പ്രശ്നം കൊണ്ടുണ്ടാകാം. ഇപ്പോൾ പാലിൻ്റെ മണം നമുക്ക് സാധാരണ ഇഷ്ടമുള്ള ഒരു മണമായിരിക്കും, ഒരു സുഗന്ധമായിരിക്കും, ഒരു ഗന്ധമായിരിക്കും. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്ത് നിന്നും
നമ്മൾ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇഷ്ടപ്പെടാതെ കുടിച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് പാലിൻ്റെ ഗന്ധം അനുഭവപ്പെടുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് അതൊരു വലിയൊരു ദുർഗന്ധമായി അനുഭവപ്പെടുകയും നമ്മൾക്ക് ഛർദ്ദിക്കാൻ വരുന്നൊരവസ്ഥയും ഉണ്ടാകാം. ഇത് ഏതും ചിലപ്പം സ്പ്രേ പോലും നമുക്ക് ഓക്കാനം വരുത്താം. നമ്മൾ വെറുക്കുന്ന ഒരാൾ ഒരു സ്പ്രേ അടിച്ചിട്ടുണ്ട്, പിന്നീട് നമുക്ക് ആ സ്പ്രേ വേറെ ആരടിച്ചാലും ആ സ്പ്രേ നല്ല സുഗന്ധമുള്ളതാണെങ്കിൽ കൂടി നമുക്കത് ദുർഗന്ധമായി അനുഭവപ്പെടുകയും നമ്മൾ ഛർദ്ദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളുടെ കാരണം കൊണ്ടാണ് ഇത്തരം ഇല്യൂഷൻസ് ഉണ്ടാകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കിഷ്ടമില്ലാത്തൊരു സ്ഥലം, നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് വെറുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല സുഗന്ധമാണ് ആ സ്ഥലത്തിനുള്ളതെങ്കിലും, നല്ല സുഗന്ധമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ കൂടി, അല്ലെങ്കിൽ നല്ല സുഗന്ധമാണ് ആ വസ്തുവിനുള്ളതെങ്കിൽ കൂടി നമുക്കതൊരു ദുർഗന്ധമായി അനുഭവപ്പെടുകയും നമുക്ക് ഛർദ്ദിക്കാൻ വരികയും നമുക്ക് ഓക്കാനം വരികയും നമുക്ക് ചിലപ്പോൾ തല കറങ്ങുകയൊക്കെ ചെയ്യും. ഇതൊക്കെ അവിടെ ഒരു സാധനമുണ്ട്, അതിൻ്റെ സുഗന്ധമാണെങ്കിലും നമുക്ക് ദുർഗന്ധമായി അനുഭവപ്പെടും. ചിലപ്പോൾ ഇത് തിരിച്ചുമാകാം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് ദുർഗന്ധമാണെങ്കിലും അയാളുടെ ദുർഗന്ധം നമുക്ക് സുഗന്ധമായും അനുഭവപ്പെടാം. അത് പിന്നെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ല, അത് നമുക്ക് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതും ഇല്യൂഷൻ തന്നെയാണ്. പക്ഷെ കൂടുതലും നമ്മൾ കാണുന്നത് ഈ നെഗറ്റീവായിട്ടാണ്, സുഗന്ധം ദുർഗന്ധമായി അനുഭവപ്പെടുന്നതൊക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ശവശരീരത്തിൻ്റെ അടുത്ത് എത്തിപ്പെടുകയും അവിടെ ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്താൽ പിന്നെ ഒരാൾ കിടന്നുറങ്ങുമ്പോൾ പോലും അവിടെ നിന്നും മരണത്തിൻ്റെ ഒരു ദുർഗന്ധം വരുന്നതായിട്ട് നമുക്ക് തോന്നാം. അത് കുറച്ചുകൂടെ അപകടകരമായ ഒരു ഓൾഫാക്ടറി ഇല്യൂഷനാണ്. ഈ തരത്തിൽ നമ്മുടെ ഗന്ധവുമായി ബന്ധപ്പെട്ട് നമുക്കനുഭവപ്പെടുന്ന, നമുക്കുണ്ടാകുന്ന തെറ്റായ പെർസെപ്ഷൻ, തെറ്റായ ധാരണയാണ് ഓൾഫാക്ടറി ഇല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ രുചിയുമായി ബന്ധപ്പെട്ട മറ്റൊരു മിഥ്യാധാരണയാണ് ഗസ്റ്റാറ്ററി ഇല്യൂഷൻ. ഇത് ടേസ്റ്റ് ഇല്യൂഷൻ എന്ന പേരിലും ഇതറിയപ്പെടാറുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് ഗസ്റ്റാറ്ററി ഇല്യൂഷൻ. ഗസ്റ്റാറ്ററി എന്ന് പറഞ്ഞ പദം വന്നിരിക്കുന്നത് ഗസ്റ്റസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഒരു ലാറ്റിൻ നാമമാണ്, നൗണാണ് ഗസ്റ്റസ്. ഗസ്റ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടേസ്റ്റ് അഥവാ രുചി എന്നാണ്. അതുകൊണ്ടാണ് ഈ ഇല്യൂഷൻ ഗസ്റ്റാറ്ററി ഇല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ പല സാധനങ്ങളും രുചിക്കാറുണ്ട്. ഓരോ സാധനത്തിനും, ഓരോ ഭക്ഷണ പദാർത്ഥത്തിനും, ഓരോ ഫ്രൂട്ടിനും, ഓരോ പഴത്തിനും, ഓരോ പച്ചക്കറിക്കും അതിൻ്റേതായ ഒരു രുചിയുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ രുചിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക പദാർത്ഥം നമ്മൾ രുചിക്കുമ്പോൾ ആ പദാർത്ഥത്തിന് സാധാരണയായി നമ്മൾ അനുഭവിക്കാറുള്ള രുചിയിൽ നിന്നും വ്യത്യസ്തമായൊരു രുചി നമുക്ക് അനുഭവപ്പെടുമ്പോൾ അതൊരു ഇല്യൂഷനാണ്. അത് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അത് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം, ചില പ്രത്യേക സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. ഇപ്പോൾ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമുക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഏറ്റവും മധുരമുള്ള സാധനം കഴിച്ചാലും ആ സമയത്ത് നമുക്കതൊരു ചിലപ്പോൾ ഒരു കയ്പ്പ് അനുഭവപ്പെടാം. കാരണം ആ സമയത്ത് നമുക്ക് വേണ്ടാത്തതുകൊണ്ട്. അങ്ങനെയും അത് സംഭവിക്കാം, സാധാരണ ഒരു മനുഷ്യനും സംഭവിക്കാം. എന്നാൽ അത് വളരെ സൈക്കോളജിക്കലായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം. നമ്മൾ ഐസ്ക്രീം തിന്നുന്നു, എന്നാൽ ഐസ്ക്രീം പുളിക്കുന്നതായി തോന്നുക, ഐസ്ക്രീം കയ്പുള്ളതായി തോന്നുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മുൻ അനുഭവങ്ങളിൽ നിന്നാകാം. ചിലപ്പോൾ നമുക്ക് വെറുപ്പുള്ള ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഐസ്ക്രീമാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായും അത് ഏറ്റവും വെറുപ്പുള്ളതാകും. നമ്മളേറ്റവും വെറുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് കിട്ടിയത് ഐസ്ക്രീം ആണെങ്കിൽ പിന്നീട് എവിടെ നിന്നും ഐസ്ക്രീം കഴിക്കുമ്പോഴും നമുക്ക് ഐസ്ക്രീം കയ്പുള്ളതായിട്ടോ പുളിക്കുന്നതായിട്ടോ ഒക്കെ തോന്നാം. ഇപ്പം പാലെല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. എന്നാൽ
ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് പാല് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഓക്കാനിക്കുന്നതായിട്ട് തോന്നാം. ഇപ്പോൾ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി സംഭവിക്കുന്നതാണ് ഈ അമ്മായിമ്മ പൂരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പുരുഷൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്നും അമ്മായിയമ്മ പെൺകുട്ടി പാലെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മകന് നീ പാല് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്ന വാചകങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് ആ പെൺകുട്ടിക്ക് ആ പാൽ കുടിക്കുന്ന സമയത്ത് ഒരു വിരക്തി തോന്നാം. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് കൊച്ചുകുട്ടികൾക്ക് പാല് കൊടുക്കേണ്ട സമയത്ത് അമ്മമാർ ചിലപ്പോൾ പാല് കൊടുക്കാതിരുന്നാൽ എല്ലാതരം പാലിനോടുള്ളൊരു വിരക്തി കുട്ടികളുടെ മനസ്സിൽ അൺകോൺഷ്യസ് മൈൻഡിൽ വരാം. അപ്പം ഇങ്ങനെയൊക്കെ ഈ ഗസ്റ്റാറ്ററി ഇല്യൂഷൻ സംഭവിക്കാം. അതൊക്കെ ഓരോന്നും മിക്കവാറും ഇല്യൂഷൻസും സംഭവിക്കാനുള്ള കാരണം അവബോധ മനസ്സിനുള്ളിലുണ്ടാകുന്ന ചില പ്രത്യേകമായ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പം അതിൽ ചെറിയ ചെറിയ ഗസ്റ്റാറ്ററി ഇല്യൂഷൻ ആണെങ്കിൽ കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറ്റാൻ കഴിയും. എന്നാൽ കുറച്ച് ഭീകരമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ മാറ്റേണ്ടി വരും. എന്നാൽ ഇത് ഗസ്റ്റാറ്ററി ഹലൂസിനേഷൻ്റെ അത്രയും ഭീകരമല്ല താനും. ഏതായാലും നമ്മൾ ഒരു സാധനം രുചിക്കുമ്പോൾ അതിനെ ശരിയായ തരത്തിൽ ആ രുചി അനുഭവപ്പെടുന്നതിന് പകരം മറ്റൊരു തരത്തിൽ രുചി അനുഭവപ്പെടുന്നതിനെ ഗസ്റ്റാറ്ററി ഇല്യൂഷൻ എന്ന് പറയുന്നു. ഇവിടെ ഒരു സാധനം നമ്മൾ രുചിക്കുന്നുണ്ട്, ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിനെ നമ്മൾ തെറ്റായ രീതിയിലാണ് അതിൻ്റെ രുചി നമുക്ക് അനുഭവപ്പെടുന്നത്. മിഥ്യാധാരണയുടെ ലിസ്റ്റ് ഇനിയും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. രസകരമായ മറ്റൊരു മിഥ്യാധാരണയാണ്, ഇല്യൂഷനാണ് കുട്ടാനിയസ് ഇല്യൂഷൻ അല്ലെങ്കിൽ ടാക്ടൈൽ ഇല്യൂഷൻ. നമ്മുടെ മനസ്സിൻ്റെ ഒരു കാര്യം എന്തൊക്കെ പ്രഹേളികയാണ്, മനുഷ്യൻ്റെ മനസ്സൊരു പ്രഹേളികയാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് പോലെ തന്നെയാണ്. കാരണം നമ്മുടെ ഈ പെർസെപ്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈനും തലച്ചോറും മനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ കുട്ടാനിയസ് ഇല്യൂഷൻ അല്ലെങ്കിൽ ടാക്ടൈൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പർശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ടാക്ടൈൽ ഇല്യൂഷൻ. ഇത് ആക്റ്റീവ് ടാക്ടൈൽ ഇല്യൂഷനും അല്ലെങ്കിൽ ആക്റ്റീവ് കുട്ടാനിയസ് ഇല്യൂഷനും അതുപോലെ തന്നെ പാസീവ് കുട്ടാനിയസോ ടാക്ടൈൽ ഇല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ വിരലുകളോ കൈ ഒക്കെ നമ്മൾ ഒരു സാധനത്തിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അങ്ങനെ തൊടുമ്പോൾ സംഭവിക്കുന്നതാണ് ആക്റ്റീവ് ഇല്യൂഷൻ. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായിട്ടുള്ള പ്രതലത്തിൽ നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് തൊടുമ്പോൾ നമുക്കതൊരു റഫ്നെസ് അനുഭവപ്പെടുകയാണെങ്കിൽ, അതിനൊരു മൃദുലത അനുഭവപ്പെടാതിരിക്കുകയാണെങ്കിൽ അതൊരു ആക്റ്റീവ് ടാക്ടൈൽ ഇല്യൂഷനാണ്. കാരണം നമ്മൾ അങ്ങോട്ട് തൊടുകയാണ്. നമ്മൾ വെള്ളം തൊടുമ്പോൾ തീ തൊടുന്നത് പോലെ അനുഭവപ്പെടുക, അതാണ് ആക്റ്റീവ് കുട്ടാനിയസ് ഇല്യൂഷൻ. ഇനി പാസീവ് കുട്ടാനിയസോ ടാക്ടൈൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തേക്ക് എന്തെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ, തൊടുമ്പോൾ, നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കത് മറ്റൊരു തരത്തിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രമിടുന്ന സമയത്ത് നമ്മുടെ വസ്ത്രം നമ്മുടെ സ്കിന്നുമായി, നമ്മുടെ തൊലിയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ചൊറിച്ചൽ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തോ നമ്മുടെ ദേഹത്തു കൂടി ഇരിഞ്ഞു പോകുന്നതായിട്ട് അറിയപ്പെടുന്നു, ഇഴഞ്ഞു പോകുന്നതായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ അതൊരു ടാക്ടൈൽ ഇല്യൂഷനാണ്. എന്തെങ്കിലും ഒരു കടലാസ് നമ്മുടെ ദേഹത്ത് വന്ന് വീണാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃദുലമായ സാധനമൊക്കെ വന്നു വീണാൽ നമുക്കെന്തോ പാമ്പോ അല്ലെങ്കിൽ ചെറിയ ജന്തുക്കളൊക്കെ ഇരിയുന്നതായിട്ട് തോന്നുക, ഇതൊക്കെ ടാക്ടൈൽ ഇല്യൂഷനാണ്, കുട്ടാനിയസ് ഇല്യൂഷനാണ്. സ്റ്റിമുലസ് അവിടെ ഉണ്ട്, എന്തോ നമ്മുടെ ദേഹവുമായി ടച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്തോ തൊടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വളരെ മൃദുലമായൊരു സാധനം തൊടുമ്പോൾ നമുക്ക് മുള്ളിൽ തൊടുന്നത് പോലെ തോന്നുക. ഇതൊക്കെ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല ഇല്യൂഷനുകളും പോലെ തന്നെ ആയിരിക്കാം. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു വിദ്യാർത്ഥി ചിലപ്പോൾ അവൻ്റെ അധ്യാപകനോടുള്ള വെറുപ്പ് കാരണം തീരെ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തൊരു വിദ്യാർത്ഥിക്ക് ബെഞ്ച് തൊടുന്ന സമയത്ത്, ഡെസ്ക് തൊടുന്ന സമയത്ത് മുള്ളിൽ തൊടുന്ന പോലെ ഉണ്ടാവും. അത് വീട്ടിൽ ഡെസ്ക് ആയി കഴിഞ്ഞാലും സ്കൂളിൽ ഡെസ്ക് ആയി കഴിഞ്ഞാലും മുള്ളിൽ തൊടുന്നത് പോലെ ഉണ്ടാവും. അതൊരു കുട്ടാനിയസ് ഇല്യൂഷനാണ്.
അത് നമ്മുടെ മനഃശാസ്ത്രപരമായിട്ട് അത് സംഭവിക്കാം. അങ്ങനെയൊക്കെ ഇതൊക്കെ ഓരോതരം നമ്മുടെ അനുഭവത്തിൽ നിന്നും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അവബോധ മനസ്സിലുണ്ടാകുന്ന ചില പ്രത്യേകമായ പ്രതിഭാസങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ സ്പർശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്യൂഷനാണ് ഒരു തെറ്റായ ആകിരണമാണ്. മിഥ്യാധാരണ എന്നിവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കല്ല. കാരണം മിഥ്യാധാരണ എന്ന വാക്ക് കുറച്ചുകൂടെ നല്ലത് ഹലൂസിനേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എന്തോ ഒന്ന് തൊടുന്നുണ്ട്, പക്ഷെ നമ്മളതിനെ മറ്റൊരു തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കുട്ടാനിയസ് ഇല്യൂഷൻ അല്ലെങ്കിൽ ടാക്ടൈൽ ഇല്യൂഷൻ സംഭവിക്കുന്നത്. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഇല്യൂഷനെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് മിഥ്യാധാരണ എന്ന് പറയാൻ പറ്റുമോ. മിഥ്യാധാരണ എന്ന വാക്ക് തന്നെയാണ് ഇല്യൂഷന് ഉപയോഗിച്ചിട്ടുള്ളത്. ഹലൂസിനേഷൻ എന്ന പദത്തിൻ്റെ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പ്രാകൃതം എന്നാണ്, പ്രാകൃതമായ ചിന്ത എന്നാണ്. ഇവിടെ ഹലൂസിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ നമ്മുടെ വ്യത്യസ്തമായ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തെ കൊണ്ട് നമ്മൾ ഇല്ലാത്ത ഒന്നിനെ ആഗിരണം ചെയ്യുന്നതാണ് ഹലൂസിനേഷൻ. അത് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാകാം, നമ്മുടെ ഗന്ധവുമായി ബന്ധപ്പെട്ടതാകാം, നമ്മുടെ സ്പർശവുമായി ബന്ധപ്പെട്ടതാകാം, നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ടതാകാം, എന്തുമാകാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഫിസിക്കൽ വിഷ്വൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഹലൂസിനേഷൻ അഥവാ ഭൗതികമായ പ്രാകൃതം. അത് സംഭവിക്കുന്നത് നമ്മുടെ സൈറ്റ്, നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം ഉപയോഗിച്ച് ഇല്ലാത്ത ഒന്നിനെ നമ്മൾ ആഗിരണം ചെയ്യുകയാണ്, നമ്മൾ നിർവചിക്കുകയാണ്, നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് നമ്മുടെ തലച്ചോറ്. അപ്പോൾ നമ്മൾ വെറുതെ ക്യാമ്പസിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആരോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉള്ള ഒരു ചിന്ത അത് എല്ലാ സമയത്തുണ്ടാകും. അത് ശരിക്കും വളരെ ഗുരുതരമായ മാനസിക പ്രശ്നത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. ഗുരുതരമായ മാനസിക പ്രശ്നത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഈ എല്ലാ ഹലൂസിനേഷനും. അപ്പോൾ നമ്മൾക്കൊരു വളരെ മോശമായ അനുഭവമുണ്ടായ ഒരാൾ എപ്പോഴും നമ്മളെ പിന്തുടരുന്നതായിട്ട് നമുക്ക് തോന്നും. എല്ലാ നിമിഷത്തിലും അയാൾ നമ്മുടെ തൊട്ടടുത്തുള്ളതായിട്ട് നമുക്ക് തോന്നും. ഏത് നിമിഷവും അയാൾ നമ്മെ പിടികൂടാം, ഏത് നിമിഷവും അയാൾ നമ്മെ അടിക്കാം, ഏത് നിമിഷവും അയാൾ നമ്മെ കൊല്ലാം എന്ന ഒരു ചിന്ത. ഇതാണ് ഒരു ആഗ്രഹം. നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ ചുറ്റുഭാഗത്ത് അയാൾ എല്ലാ നിമിഷവും നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത. ഇത് ചിലപ്പോൾ ചില കുട്ടികൾ രാത്രി ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടിക്കൊണ്ടിരും. അല്ല, രാത്രിയും പകലുമൊക്കെ വീട്ടിൽ നിന്നൊക്കെ അവരെപ്പോഴും ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്നതായി കാണാം. ചിലപ്പോൾ നമ്മളെപ്പോലെയുള്ള ഏതെങ്കിലും അധ്യാപകനെ കുറിച്ചൊക്കെ ഓർത്തിട്ടായിരിക്കും. ഏതെങ്കിലും അധ്യാപകൻ, നമ്മെപ്പോലെയുള്ള അധ്യാപകൻ ക്ലാസ് റൂമിൽ നിന്നും അവനെ അടിക്കുകയും അവനെ ഭീകരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വീട്ടിലിരിക്കുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും റൂമിൽ ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ തൻ്റെ അടുത്ത് ഈ ക്രൂരനായ അധ്യാപകനുള്ളതായി അവന് തോന്നാം. ഇതൊക്കെ ഫിസിക്കൽ ഹലൂസിനേഷൻ്റെ അഥവാ ഓപ്റ്റിക്കൽ ഹലൂസിനേഷൻ അഥവാ വിഷ്വൽ ഹലൂസിനേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒന്നും കാണാതെ തന്നെ എന്തോ നമ്മുടെ അടുത്തുണ്ട്, എന്തോ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നമ്മുടെ അടുത്തൊരാളുണ്ട്, നമ്മുടെ അടുത്തൊരു സാധനമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഈ ഹലൂസിനേഷൻ. വിഷ്വൽ ഹലൂസിനേഷൻ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഹലൂസിനേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഹലൂസിനേഷൻ. നേരത്തെ പറഞ്ഞ ഇല്യൂഷനിലുള്ള പോലെ തന്നെ മിഥ്യാധാരണകളിലുള്ളതുപോലെ തന്നെ ഈ പ്രാകൃത ചിന്തയിൽ അഥവാ ഹലൂസിനേഷനിലും നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ. ഒരു ശബ്ദവും ഇല്ലാതിരിക്കെ തന്നെ എന്തോ ശബ്ദമുണ്ട് എന്ന് നമ്മൾ ആഗിരണം ചെയ്യുന്ന ഒരു ആഗിരണ രീതിയാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ. വെറുതെ ഇരിക്കുമ്പോഴും എല്ലാ നിമിഷത്തിലും എന്തോ ഭയങ്കര ശബ്ദം കേൾക്കുന്നു എന്ന് തോന്നുക. ഇവിടെ വേണമെങ്കിൽ പോസിറ്റീവായിട്ടും ഉണ്ടാകാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൾ നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോഴൊക്കെ അവരുടെ ശബ്ദം കേൾക്കുന്നത് പോലെ പോസിറ്റീവായിട്ടും വരാം. എന്നാൽ മിക്കവാറും ഇത് വളരെ അപകടകരമായി നെഗറ്റീവായിട്ടാണ് ഓഡിറ്ററി ഇല്യൂഷൻ സംഭവിക്കുന്നതായി കാണപ്പെടുന്നത്. ഇത് വളരെ അപകടകരമാണ് പലപ്പോഴും ആളുകൾക്ക്. കാരണം ഇത്തരം ഒരു ഹലൂസിനേഷന് വിധേയമായി കഴിഞ്ഞാൽ പലപ്പോഴും തങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഏകാഗ്രതയോടുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ കഴിയാതെ വരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ തങ്ങളുടെ ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കാനോ
ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കാനോ പഠനത്തിൽ ശ്രദ്ധിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ വരുന്നു. കാരണം എപ്പോഴും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ, അലോസരപ്പെടുത്തുന്ന ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായ അനുഭവം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അവബോധ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാകാം. ഏതായാലും ഇതൊരു മാനസിക പ്രശ്നം തന്നെയാണ്. ഒന്നും കേൾക്കാതിരിക്കുമ്പോൾ തന്നെ എന്തോ കേൾക്കുന്നത് പോലെ തോന്നുക, ഉറങ്ങാൻ കഴിയാതിരിക്കുക, ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പഠിക്കാൻ കഴിയാതിരിക്കുക, എന്തോ ശബ്ദം കേൾക്കുന്നു, വളരെ പേടിപ്പെടുന്ന ശബ്ദം കേൾക്കുന്നു, പേടിയാകുന്നു എന്നൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ആളുകൾ വിളിച്ചു പറയും. അത് കൂടുതലായി കഴിഞ്ഞാൽ വയലൻ്റ് ആകും, അവർക്ക് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ വരും. അപ്പോൾ അത്തരം ഒരു ശബ്ദവുമില്ലാതെ തന്നെ ശബ്ദം കേൾക്കുക, ആരും സംസാരിക്കാതെ തന്നെ ആരോ സംസാരിക്കുന്നുണ്ട് എന്ന് കേൾക്കുക. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മോശമായ അനുഭവമുണ്ടായ ആളുകൾ സംസാരിക്കുന്നതായിട്ടൊക്കെ, ഇങ്ങനെ ശൂന്യതയിൽ നിന്നും സംസാരിക്കുന്നതായിട്ടൊക്കെ രാത്രികാലങ്ങളൊക്കെ തോന്നി. ഇതൊക്കെ ഓഡിറ്ററി ഹലൂസിനേഷൻ്റെ ഭാഗമാണ്. ഒന്നും തിന്നാതിരിക്കുകയും കുടിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് രുചി അനുഭവപ്പെടുന്ന തരത്തിലുള്ളൊരു പ്രാകൃത ധാരണയാണ് ഗസ്റ്റാറ്ററി ഹലൂസിനേഷൻ. നമ്മളൊന്നും തിന്നുന്നില്ല, നമ്മളൊന്നും കുടിക്കുന്നില്ല, എന്നാലും നമുക്ക് രുചി അനുഭവപ്പെടുന്നു. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ചിലർക്ക് കയ്പ്പ് അനുഭവപ്പെടുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ ചിലർക്ക് പുളിക്കുന്നു എന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ചിലർക്ക് എരിവുള്ളതായി എന്തോ കഴിക്കുന്നതായി തോന്നുന്നു. ഇതാണ് ഗസ്റ്റാറ്ററി ഹലൂസിനേഷൻ. ഇങ്ങനെയും സംഭവിക്കാം, പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒന്നും തിന്നാതിരിക്കുമ്പോൾ തന്നെ, വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കയ്പ്പ് അനുഭവപ്പെടുന്നു, ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയാം. അവബോധ മനസ്സിലുണ്ടായിട്ടുള്ള ചില പ്രത്യേകമായ അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയത് മുതൽ നമുക്ക് എന്തോ ഒരു കയ്പ്പ് അനുഭവപ്പെടും, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നും. ഇപ്പം ചില ആൾക്കാർ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഛർദ്ദിക്കുന്നതായി കാണാം. അതൊക്കെ ചിലപ്പോൾ ചില പ്രത്യേകമായ മാനസിക അനുഭവങ്ങളിൽ നിന്നും എന്തോ ഒരു കയ്പ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നതാകാം. ചിലപ്പോൾ കുട്ടിക്കാലത്ത് ആരെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവൻ ചെറുതാണ്, അവൻ അവിടെ ഇരുത്തേണ്ട, കുറച്ച് പുറത്തേക്ക് ഇരുത്തിക്കോളൂ, സൈഡിലിരുത്തിക്കോളൂ, ഛർദ്ദിക്കുന്നെങ്കിൽ ഛർദ്ദിച്ചോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാകാം പിന്നീട് അവന് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞാലും വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ എന്തോ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നും, എന്തോ കയ്പ്പ് അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെ ഒരു സാധനം തിന്നാതെ തന്നെ, ഒന്നും നമ്മുടെ വായിലേക്ക് കടക്കാതെ തന്നെ, നമ്മുടെ നാവുമായി ടച്ച് ചെയ്യാതെ തന്നെ, ഒരു സ്റ്റിമുലസും ഇല്ലാതെ തന്നെ രുചി അനുഭവപ്പെടുന്നതായി തോന്നുന്നു, എന്തോ ഒരു രുചി അനുഭവപ്പെടുന്നതായി തോന്നുന്ന ഒരവസ്ഥയാണ് ഗസ്റ്റാറ്ററി ഹലൂസിനേഷൻ. ഇതും വളരെ അപകടകരമാണ്. കാരണം എല്ലാ സമയത്തും നമുക്ക് കയ്പ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനുള്ളൊരു ഉന്മേഷം ഉണ്ടാകില്ല, ഉന്മേഷരാഹിത്യം അനുഭവപ്പെടും. അത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാക്കും. ഒരു കാര്യവും നമുക്ക് കൃത്യസമയത്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. എപ്പോഴും നമുക്ക് ക്ഷീണമാണ് എന്ന് നമുക്ക് തോന്നും, എന്തോ ഒരു കയ്പ്പ് അനുഭവപ്പെടുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, എന്തോ ഒരു വയ്യായിക എപ്പോൾ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതും ഒരു വളരെ അപകടകരമായൊരവസ്ഥ തന്നെയാണ് ഈ ഗസ്റ്റാറ്ററി ഹലൂസിനേഷൻ. പ്രാകൃത ധാരണകളിൽ അവസാനത്തതായി നമ്മൾ നേരത്തെ മിഥ്യാധാരണകളിൽ അവസാനത്തതായി ചർച്ച ചെയ്ത ടാക്റ്റൈൽ അല്ലെങ്കിൽ കുട്ടാനിയസ് ഹലൂസിനേഷൻ. നമ്മൾ നേരത്തെ ടാക്റ്റൈൽ ഇല്യൂഷൻ അല്ലെങ്കിൽ കുട്ടാനിയസ് ഇല്യൂഷൻ എന്ന പേരിൽ ചർച്ച ചെയ്തിരുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ് ടാക്റ്റൈൽ ഹലൂസിനേഷൻ അല്ലെങ്കിൽ കുട്ടാനിയസ് ഹലൂസിനേഷൻ. ഇത് നമ്മുടെ സ്പർശവുമായി ബന്ധപ്പെട്ട ഒരു പ്രാകൃത ധാരണയാണ്. അഥവാ നമ്മുടെ വിരലുകളോ കൈയോ ഒന്നും സ്പർശിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തോ സ്പർശിക്കുന്നതായി നമുക്ക് തോന്നുക, ഒന്നും തൊടാതിരിക്കുമ്പോഴും നമ്മൾ തീ തൊടുന്നതായി തോന്നുക. ഇത് ആക്റ്റീവായിട്ടുള്ള കുട്ടാനിയസ് ഹലൂസിനേഷൻ അല്ലെങ്കിൽ ടാക്റ്റൈൽ ഹലൂസിനേഷൻ. അഥവാ നമ്മൾ ഒന്നും തൊടാതെ തന്നെ എന്തോ തൊടുന്നതായിട്ട്, നമ്മൾ ഒന്നും ടച്ച് ചെയ്യാതെ തന്നെ എന്തോ ടച്ച് ചെയ്യുന്നതായിട്ട്, നമ്മളൊന്നും തൊടാതിരിക്കുമ്പോഴും തീ തൊടുന്നതായിട്ട്, നമ്മളൊന്നും തൊടാതിരിക്കുമ്പോഴും ഒരു 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 പിന്നെ പരുപരുത്ത പ്രതലം തൊടുന്നതായിട്ടൊക്കെ തോന്നും. അതുപോലെ തന്നെ ഇവിടെയും പാസീവ് കുട്ടാനിയസ് ഹലൂസിനേഷൻ അല്ലെങ്കിൽ ടാക്റ്റൈൽ ഹലൂസിനേഷൻ. അഥവാ നമ്മുടെ ബോഡിയിൽ എന്തോ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, നമ്മുടെ തൊലിയിൽ എന്തോ
ഇരിയുന്നതായിട്ട്, ഇഴയുന്നതായിട്ട്, ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. ഒന്നുമില്ലാത്ത അവസരത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ, തൊലിയിലൂടെ പാമ്പിഴഞ്ഞു പോകുന്നത് പോലെ തോന്നുക, എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികൾ ഇഴഞ്ഞു പോകുന്നതായിട്ട് തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചൽ അനുഭവപ്പെടുക. ഇതൊക്കെ ടാക്റ്റൈൽ ഹലൂസിനേഷനാണ്, അല്ലെങ്കിൽ കുട്ടാനിയസ് ഹലൂസിനേഷനാണ്. ഇതും വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. കാരണം ഇങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാകെ താറുമാറാകും. നമുക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ നമ്മുടെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനോ കഴിയാത്തൊരവസ്ഥ വരും. കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ ദേഹത്തൂടെ പാമ്പിഴയുന്നു, നമ്മുടെ ദേഹത്ത് ചൊറിയുന്നു, നമ്മുടെ ദേഹത്ത് എന്തോ അനുഭവപ്പെടുന്നു, മുറിവില്ലെങ്കിലും മുറിവിൻ്റെ വേദന അനുഭവപ്പെടുന്നു, മുറിവുള്ളതായിട്ട് അനുഭവപ്പെടുന്നു, നമ്മളൊന്നും തൊടാതിരിക്കുമ്പോഴും തീ തൊടുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതമാകെ താറുമാറാക്കും. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ബോഡിയിൽ എന്തോ ഉണ്ട് എന്ന്, നമ്മുടെ തൊലിയിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നു, നമ്മൾ എന്തോ ഒന്ന് തൊടുന്നു എന്നൊക്കെ അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രാകൃത ധാരണയാണ് ടാക്റ്റൈൽ ഹലൂസിനേഷൻ അല്ലെങ്കിൽ കുട്ടാനിയസ് ഹലൂസിനേഷൻ. രാവിലെ മുതൽ നമ്മൾ സെൻസേഷനെക്കുറിച്ചും പെർസെപ്ഷനെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സെൻസേഷൻ, എന്താണ് പെർസെപ്ഷൻ എന്ന് നമ്മൾ വളരെ വിശാലമായ തലത്തിൽ സമഗ്രമായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ മിഥ്യാധാരണകളെക്കുറിച്ചും പ്രാകൃത ധാരണകളെക്കുറിച്ചും കുറച്ച് സമയമാണെങ്കിലും അതിൻ്റെ ഒരു അഗാധ തലത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്താണത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ചർച്ചയാണ് നമ്മളിവിടെ നടത്തിയത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചർച്ചയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ കുട്ടികളുടെ ഇന്ദ്രിയാനുഭവങ്ങൾ വളരെ ശരിയായ തലത്തിൽ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം കുട്ടിക്കാലത്തുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്നാണ് പലതരത്തിലുള്ള മിഥ്യാധാരണകളും പിൽക്കാലത്തുണ്ടാകുന്നത്. കുട്ടിക്കാലത്ത് ശരിയായ തരത്തിലുള്ള ഇന്ദ്രിയ പരിശീലനം നൽകാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികളിൽ ശരിയായ തലത്തിലുള്ള ധാരണകൾ സൃഷ്ടിക്കാൻ കഴിയാത്തത്, ശരിയായ പെർസെപ്ഷൻ സൃഷ്ടിക്കാൻ കഴിയാത്തത്. ലോകപ്രസിദ്ധിയായ മാരിയ മോണ്ടിസോറി എന്ന് പറയുന്ന വിദ്യാഭ്യാസ ചിന്തക തൻ്റെ മോണ്ടിസോറി സ്കൂൾ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ അവർ ഒരു ഡോക്ടർ എന്ന രീതിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫീബിൾ മൈൻഡഡായ, ദുർബലമായ മനസ്സുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവർ കണ്ടെത്തിയൊരു കാര്യമാണ്, കുട്ടിക്കാലത്ത് ശരിയായ രീതിയിലുള്ള ഇന്ദ്രിയ പരിശീലനം ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയിത്തീർന്നത്. അഥവാ കുട്ടിക്കാലത്ത് ശരിയായ ഇന്ദ്രിയ പരിശീലനം ലഭിക്കണം, എന്നാൽ മാത്രമേ പിൽക്കാലത്തുണ്ടാകുന്ന മിഥ്യാധാരണകളിൽ നിന്നും അതുപോലെ തന്നെ പ്രാകൃത ധാരണകളിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുട്ടി ഒരു സാധനം നിങ്ങൾ തിന്നാൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട, എനിക്ക് ടേസ്റ്റ് അനുഭവപ്പെടുന്നില്ല, രുചിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർബന്ധിക്കരുത്. ഉദാഹരണമായി പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് ജിലേബി എന്ന് പറയുന്ന സാധനം മധുരമുള്ളതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ജിലേബി കൊടുക്കുന്ന സമയത്ത് ഇത് മധുരമില്ല, എനിക്ക് ടേസ്റ്റ് ഇല്ല, കഴിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് മാത്രം എന്താണ് കഴിക്കുന്നത്, കയ്പ്പ് അനുഭവപ്പെടുന്നത് മധുരമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ജിലേബിയാണ് ഏറ്റവും വലിയ മധുരമുള്ള സാധനം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് സാധിക്കില്ല. കാരണം നിങ്ങൾ എത്ര പറഞ്ഞാലും അവൻ്റെ അവബോധ മനസ്സിനുള്ളിൽ ജിലേബി എന്ന് പറയുന്ന സാധനം കയ്പുള്ളതാണ് എന്ന ഒരു തെറ്റായ ധാരണ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു ശരിയായ കൗൺസിലറെ സമീപിക്കുന്നതിലൂടെ, ഒരു ശരിയായ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ അവബോധ മനസ്സിൽ നിന്നും ആ തെറ്റായ ധാരണ നീക്കാൻ കഴിയും. അപ്പം അതിലൂടെ മാത്രമേ നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയൂ. അത് എല്ലാ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഇല്യൂഷനും ഹലൂസിനേഷനും മിഥ്യാധാരണയും പ്രാകൃത ധാരണയും നീക്കുന്നതിന് വേണ്ടി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പറയും അവിടെ ആരോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അവനെയും കൂട്ടി അവിടെ പോയിട്ട് ഇവിടെ ആരും ഒളിച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും അവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരോ ഒളിച്ചിരിക്കുന്നുണ്ട്. കാരണം അതാണ് അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത്. നിങ്ങൾ അവനെയും കൂട്ടി ഒരു കൗൺസിലറെടുത്ത് പോയി കൗൺസിലർ അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും ആ ഒരു റോങ് പെർസെപ്ഷൻ, ആ ഒരു എറർ, ഒരു സ്റ്റിമുലസ് ഇല്ലാത്തപ്പോഴും എന്തോ ഉണ്ട് എന്ന് തോന്നുന്ന എറർ ഇല്ലാതാക്കി മാറ്റണം.
അതോടൊപ്പം നിങ്ങൾ അധ്യാപകരായി കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ പലതരത്തിലുള്ള മിഥ്യാധാരണകളും പ്രാകൃത ധാരണകളും അഥവാ ഇല്യൂഷനും ഹലൂസിനേഷനുമായിട്ട് നടക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കാത്ത ആൾ ചിലപ്പോൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്ന ആളായിരിക്കും. ഒരു തരത്തിലുള്ള ഗസ്റ്റേറ്ററി ഹലൂസിനേഷനുള്ള ആളായിരിക്കും. അതുകൊണ്ടായിരിക്കാം അവൻ സ്ലോ ലേണറായി മാറുന്നത്. അപ്പോൾ ഓരോ ഇല്യൂഷനും ഹലൂസിനേഷനും അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പഠന വൈകല്യങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്താനും, അത് ഇല്യൂഷനും ഹലൂസിനേഷനും ആണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ മാതാപിതാക്കളെ കാണാനും അവരെ കൗൺസിലറെ അടുത്ത് പോകാൻ പ്രേരിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഈ തരത്തിൽ ഇതാർക്കും സംഭവിക്കാം. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും വേണമെങ്കിൽ പിൽക്കാലത്ത് ഉണ്ടാകുന്നൊരു പ്രത്യേകമായ അനുഭവത്തിൽ നിന്നും ഏത് തരത്തിലുള്ള ഇല്യൂഷനും ഹലൂസിനേഷനും സംഭവിക്കാം. അത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടാകുന്ന ചില പ്രത്യേകമായ അനുഭവത്തിൽ നിന്നും നമ്മുടെ അവബോധ മനസ്സിലേക്ക് വരുന്ന ചില കാരണങ്ങൾ കൊണ്ടാണ് ഇല്യൂഷൻസും ഹലൂസിനേഷൻസും ഉണ്ടാകുന്നത് എന്ന ആ ഒരു സത്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ പലപ്പോഴും പലരെയും മുൻവിധിയോടുകൂടി സമീപിക്കുന്നതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നതാണ്. എത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നേരം വളരെ ക്ഷമയോടുകൂടി എന്നോട് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലത്തിൽ നിന്നും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്ന് കുറച്ചുകൂടി ടോപ്പിക്ക് ചർച്ച ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്കതിന് സാധിച്ചില്ല. ജനറേറ്ററൊക്കെ കൊണ്ടുവന്നെല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കുമ്പോഴേക്കും ഏകദേശം 11:30 കഴിഞ്ഞു. 11:45 12 മണിയാകുമ്പോഴാണ് ക്ലാസ് തുടങ്ങിയത്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അഥവാ ക്ലാസ്സിൽ സമയം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്സായി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ വളരെ ഊർജ്ജസ്വലമായി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.